വേറെ ആരെയും കിട്ടിയില്ല ആ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യിക്കാൻ. നീ എന്തിനിങ്ങനെ വയലന്റ് ആകുന്നേ? അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അവളത് കരുതിക്കൂട്ടി ചെയ്യുന്ന തന്നെ. എടാ ചുമ്മാ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ നിക്കണ്ട. അവള് ഇന്റർവ്യൂക്ക് കയറി തന്നെ കിട്ടിയതാ, അല്ലാതെ ബ്രൈബ് കൊടുത്തിട്ടൊന്നും അല്ല. അവള് ബ്രൈബ് കൊടുത്തു, അവരത് വാങ്ങിച്ചോ ഇല്ലയോ? അവളെന്തിനാ കറക്റ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തേ? വലിയ ആള് കളിച്ച് പോയതല്ലേ ലണ്ടനിലേക്ക്. എന്തേ അവിടെ ജോലിയൊന്നും കിട്ടിയില്ലേ? അവളുടെ പോസ്റ്റ് വേറത്, നിന്റെ വേറത്. പിന്നെ എന്താടാ? പ്രസന്റേഷൻ വരുമ്പോ ഞാൻ മാത്രം അങ്ങ് പോയി തലച്ചിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ ഞാനോ? ഇത്രയും നാള് ഞാൻ തന്നെയല്ലേ വന്നേ. അവളുടെ കാര്യല്ലേ, നിന്നെ മാറ്റി എനിക്ക് പണി തരാൻ ഒക്കെ എന്റെ കൂടെ കയറാൻ ഒരു മടി ഉണ്ടാവില്ല. May I come in? Yes, Good morning, sir. Catherine, right? Yes. Okay. എടോ, ക്രിസ്റ്റീനോട് വരാൻ പറ. സാർ, കമേ. ഇത് കാതറിൻ. ഹൃദ്യക്ക് പകരം വന്നതാണ്. താൻ കൊണ്ടുപോയി അവളുടെ പ്ലേസ് കാണിച്ചു കൊടുക്കൂ. ഓക്കെ സാർ. യു ചെല്ല്. Thank you, sir. കാതറിൻ, താൻ ഇവിടെ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ജോലി ചെയ്യാൻ? വേറെ എന്തെങ്കിലും പേഴ്സണൽ? No. നിനക്ക് അറിയോ ഇല്ലയോ? നീയായിട്ട് സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും. For what? മനസ്സിലാകും. ഇതാ നിന്റെ പ്ലേസ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. യു ക്യാൻ കം ദർ. ഓക്കെ. അയാൾ എന്താ ഉദ്ദേശിച്ച? ഹായ്, പുതിയ ആളല്ലേ? അതെ, ഞാൻ റൈച്ചർ. ഞാൻ കാതറിൻ. യു ക്യാൻ കോൾ മീ ആൻ. നിന്റെ ഫുൾ നെയിം എന്നതാ? കാതറിൻ ആൻഡ് സെബാസ്റ്റ്യൻ. ഓ, അതാ ഞാൻ വന്നേ. യെസ്. എന്തെങ്കിലും കഴിക്കാൻ വേണോ? വെൽക്കം ന്യൂ വൺ. അവളുടെ തന്റെ ഇടത്തിന് ഒരു കുറവുമില്ല. എക്സ്ക്യൂസ് മീ, പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും. നിന്നോട് സംസാരിച്ച് കളയാൻ എനിക്ക് അത്ര ടൈമില്ല ഇപ്പൊ. ടൈം ഇല്ലാത്തോണ്ടായിരിക്കില്ല. എന്നോട് സംസാരിച്ചാൽ നിന്റെ വാ അടഞ്ഞു പോകുന്നുള്ളോണ്ടായിരിക്കും. നിങ്ങൾ അവളെ അറിയോ? അത് വിട്. എന്തെങ്കിലും കഴിക്കാൻ വേണോ? കഴിക്കാൻ വേണ്ട, എന്തെങ്കിലും കുടിക്കാൻ. ക്രിസ്റ്റി. ആ, നീയാ? എന്റെ പേരെങ്ങനെ അറിയാം? അവിടെ വെച്ച് സാറ് പറയുന്ന കേട്ടായിരുന്നു. എന്താ കാര്യം? ഈ ഫയൽ ആരുടെയാ? പേരില്ലേ? ഇല്ല. മേ ബി ഹൃദയ. ഐ മീൻ, നിനക്ക് മുന്നേ ഒരു കൊച്ചുണ്ടായിരുന്നില്ലേ? അവളുടെ ആയിരിക്കും. ഇതെന്തേലും പുതിയ പ്രൊജക്ടിന്റെ ആണോ? ഞാനൊന്ന് നോക്കിയായിരുന്നു. ഓൾമോസ്റ്റ് ഐഡിയാസ് കംപ്ലീറ്റ് ആണ്, ബട്ട് ലാസ്റ്റ് കുറച്ച്. അതിങ്ങ് തന്നെ. ഓ, ഇത് കഴിഞ്ഞതാടി. ഇത് അവളുടെ പഴയ ഫയൽ എന്തേലും ആയിരിക്കും. ഞാനിതിവിടെ വെച്ചോളാം. പിന്നെ എന്നോട് രാവിലെ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. നീ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ. അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവന് വേണ്ട അത്ര അവൻ പ്ലാൻ ചെയ്തോട്ടെ. ഇറ്റ്സ് ഹിസ് ചോയ്സ്. ഐ ആം നെവർ ഗോണ ഇന്ററപ്റ്റ് ഹിം. ജസ്റ്റ് ടെൽ ഹിം ഐ ആം വെയിറ്റിംഗ്. ബെറ്റർ. രണ്ടും കൂടി എന്താകും ആലോചിച്ച് കൂട്ടണേ. നീ എങ്ങനെ പോണേ? കാറുണ്ട്. ഓക്കെ, ബൈ. എങ്ങനെ പോണേ? ബ്രദർ വരും. കാതറിൻ, എന്താ? ഇങ്ങോട്ട് വന്നേ. നീ പൊക്കോടി. മാറി നിക്കടാ. ഞങ്ങളുടെ പരിചയം ഒന്ന് പുതുക്കട്ടെ. എന്ത് കാര്യത്തിന്? നീ കേട്ടോ, ഞാനായിട്ട് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ. നീ ഇവിടുത്തെ മാനേജർ ചെയ്യുമെന്നോ? അല്ലല്ലോ. അതൊക്കെ ആയേനടി. നീ എന്ന് പറഞ്ഞ ഒരുത്തി എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാം ആയേനെ. എന്റെ കഴുതിന്ന് കൈയെടുക്കടാ. അടങ്ങടി നീ. എന്റെ ലൈഫ് ഇത്രമാത്രം തൊലച്ചിട്ട് നിനക്ക് ഇനി എന്നെ കൺട്രോൾ ചെയ്യണോ? വെറുതെ തൊട്ട് ഒരു പരിപാടി വേണ്ട. ഞാൻ തീരുമാനിക്കൂടി ഇനി ഞാൻ ആരെ തൊടും, എവിടെ തൊടുമെന്ന്. ഇത് നീ ചോദിച്ചു വാങ്ങിയതാ. പറ്റുമെങ്കിൽ കളിച്ചു ജയിക്കടാ, ചുമ്മാ ഡയലോഗ് അടിക്കാതെ. ഇനി ഒരു തവണ കൂടി നീ എന്റെ ദേഹത്ത് കൈവയ്ക്കുമ്പോ ഇത് ഓർക്കണം. കാണിച്ചു തരാടി നിനക്ക്.
എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല, ചെന്നു വന്നു. വേറെ ഒന്നും ഉണ്ടായില്ല? വേറെന്ത്? ഐ മീൻ വർക്ക്. വലിയ കുഴപ്പമില്ലായിരുന്നു. ഫുഡ് കഴിക്കാൻ വാ. പപ്പയും മമ്മയും ഇനി എന്നാ വരാ? 1 വീക്കിന്റെ ട്രിപ്പ് അല്ലേ, വെയിറ്റ് ചെയ്യടോ. ഇന്നലെ പോയല്ലേ ഉള്ളൂ. പുതിയൊരു ക്ലയന്റിനെ കിട്ടിയിട്ടുണ്ട്. ആ സാർ, കാതലിനെ കൂടി ഇതിൽ ജോയിൻ ആക്കണം. അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കണ്ടതാണ്. എങ്കിലും എങ്ങനെ അവള് വർക്കില്ലെന്ന് അറിയണ്ടേ. സോ നീ അവളോട് പ്ലാൻ റെഡിയാക്കാൻ പറയും. എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നീ ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ സാർ. ഞാൻ എന്തൊക്കെയായാലും അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോ കാര്യമൊക്കെ ഞാൻ പറഞ്ഞോളാം. പ്ലാനിന്റെ കാര്യം നീ പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, പൊക്കോ. താങ്ക് യു സാർ. സാർ, കമിൻ. ഞാൻ തന്നെ വിളിച്ചത്. നമുക്കൊരു ക്ലയന്റിനെ കിട്ടിയിട്ടുണ്ട്. സോ താൻ വേണം പ്ലാൻ റെഡിയാക്കാൻ. ക്രിസ്റ്റി കൂടെ ഉണ്ടാവും, ഓൾസോ ബാക്കിയുള്ള സ്റ്റാഫ്സും. പിന്നെ താൻ തന്നെ വേണം പ്രസന്റേഷൻ ചെയ്യാൻ. മാക്സിമം എഫോർട്ട് ഇട്ട് ക്ലയന്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കണം. ഷുവർ സാർ. ക്രിസ്റ്റി നിനക്കൊരു മെയിൽ ഫോർവേഡ് ചെയ്തോളൂ. നീ അത് വെച്ചിട്ട് റെഡിയാക്കിയാൽ മതി. മാക്സിമം മിസ്റ്റേക്ക് വരാതെ നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ഷുഡ് ആസ്ക് ക്രിസ്റ്റി അബൌട്ട് ഇറ്റ്. ഓക്കെ? ഓക്കെ സാർ. യു ക്യാൻ ലീവ്. കാതറിൻ, ആ, ഇങ്ങോട്ട് വാ. ഒരു കാര്യം പറഞ്ഞുതരാം. എന്താ? ആ മെയില് സെൻഡ് ആകുന്നില്ല. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ. സോ നീ അത്രമാത്രം എഫോർട്ട് ഇട്ടിട്ട് വേണം ഫയൽ റെഡിയാക്കാൻ. ഞാൻ ചെക്ക് ചെയ്ത് മാറ്റിക്കോളൂ എന്ന് കരുതി ചുമ്മാ എന്തെങ്കിലും ഒക്കെ റെഡിയാക്കി കൊണ്ടുവരരുത്, കേട്ടോ? ഇല്ല. കേട്ടില്ലേ? മിസ്റ്റേക്ക് വരുത്തില്ല എന്ന് പറഞ്ഞതാ. ഞാൻ എന്താണ്? സാറ് വിളിക്കുന്നുണ്ട്. ഓ, കാതറിൻ ഓക്കേടി. അവളെന്താ ഇവിടെ? എടാ, അത് പ്രൊജക്ട് അവൾക്കാ കൊടുത്തേക്കണേ. അത് കാരണം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വിളിച്ചതാ. ഓ, നീ ചുമ്മാ ഒരു പ്രശ്നത്തിന് പോകാതെ പൊക്കോ തിരിച്ച്. പോയിക്കോളാടാ, നീ ചെല്ല്. എന്റെ കൈ വിടരുത് ആറി. പുതിയ പ്രൊജക്റ്റ് ഒക്കെ കിട്ടിയില്ലേ വന്നപ്പോ തന്നെ? ഞാൻ നിനക്ക് ഇന്നലെ ഒരു വാർണിംഗ് തന്നതാ, എന്റെ ദേഹത്ത് തൊടരുതെന്ന്. എന്റെ കൈ വിടരാ. അതൊക്കെ പോട്ടെ, എന്താ നിന്റെ പ്ലാൻ? അത് ഞാൻ എന്തിനാ പറയണേ? ഇത് നിന്റെ കാര്യമല്ലല്ലോ. എന്റെ കൈ കടക്കാതെ നിന്റെ പ്ലാൻ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആകില്ല മോളെ കാതറിൻ. എന്തായാലും ഞങ്ങളുടെ ടീമിന്റെ വർക്ക് വെച്ചിട്ട് ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നീ എന്നതാ പറഞ്ഞ? ഡയലോഗ് അടിക്കാതെ ചെയ്ത് കാണിക്കാനല്ലേ? ചെയ്യാടി, എല്ലാം ചെയ്യാം. Do whatever you want. I will, because it's a revenge. മാറിയിക്കടാ. നിക്കടി ഇവിടെ. നീ ആരെടുത്ത ഈ സ്വഭാവം കാണിക്കണേന്ന് ഓർക്കണം. നീ അത് ഓർത്തായിരുന്നോ എല്ലാം ഇട്ടെന്ന് ചോദിച്ചു പോയപ്പോ? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഞാൻ ഒഴിഞ്ഞു തരാമെന്ന്. അന്ന് തന്നെ ഞാൻ ഇതിനുള്ള ആൻസർ തന്നായിരുന്നു. അത് നിന്റെ അഹങ്കാരം. അഹങ്കാരമല്ല, വാശിയാ. എനിക്ക് കിട്ടണൊക്കെ മതിയിടി. അത് നിന്നെ പോലെ ഒരു ചതിച്ചിയുടെ അടുത്തുനിന്ന് കിട്ടണമെന്നൊന്നും എനിക്ക് വേണ്ട. നീ എത്ര തവണ എന്റെ കാല് പിടിച്ച് മാപ്പ പറഞ്ഞാലും ഞാൻ എന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ദേഷ്യവും വെറുപ്പും ഉണ്ടല്ലോ, നിനക്ക് ഒരിക്കലും മാച്ചളയാൻ പറ്റില്ല കാതറിൻ. ജസ്റ്റ് റിമെമ്പർ വൺ തിങ്. യു ആർ ദ വൺ ഹു കോസ്ഡ് എവറിത്തിങ്, ഹു മേഡ് മീ ഹേറ്റ് യു ലൈക്ക് ദീസ്. ഐ ആം റിപ്പീറ്റിംഗ്, ഐ ഹേറ്റ് യു, ഡാം ഇറ്റ്. നിനക്ക് തോന്നണ്ടോ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുമെന്ന്? ഇല്ലടി, അത്ര പോലും നല്ലത് എന്റെ മനസ്സിലില്ലല്ലോ. ഒരാളുടെ കൂടെ നിന്ന് അവന്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്നും അല്ലാണ്ട് ആക്കിയോളല്ലേ നീ. നിന്റെ അടുത്തൊന്നും ഞാൻ ഒരു പണ്ടാരം പ്രതീക്ഷിക്കുന്നില്ല. ഗുഡ്, റിയലി ബെറ്റർ ഡിയർ റയാൻ. നിന്റെ വായന എന്റെ പേര് കേൾക്കുമ്പോ ഉണ്ടല്ലോ, പേര് വരെ ഞാൻ വെറുത്തു പോകുക. അത്രമാത്രം വെറുക്കണ അവളുടെ കൈ രണ്ടും പിടിച്ച് ഇത്രയും ക്ലോസ് ആയിട്ട് വന്നു നിൽക്കുമ്പോ നിനക്ക് വെറുപ്പൊന്നും തോന്നണില്ലേ? വെറുപ്പിനപ്പുറം അറപ്പാടി ശവന എനിക്ക് നിന്നോട്. എന്റെ കഷ്ടപ്പാടൊക്കെ നീ ഒന്നും അല്ലാണ്ടാക്കി കളഞ്ഞില്ലേ? അത്രയ്ക്ക് ദണ്ണാണെങ്കിൽ നീ അങ്ങ് മാറിയിക്കടാ. ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ തീരുമാനിക്കും. നീ ഇടപെടേണ്ട ആവശ്യമില്ല കാതറിൻ. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ ചേഞ്ച് ആയിരുന്നോ? നിനക്ക് ഇത്തിരിയുള്ള സാധാരണ ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ പണി കാണിക്കില്ലായിരുന്നു. നീ എന്തിനാ ഇത്ര ഓവറാക്കുന്നേ?
നിനക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. അഹങ്കാരമല്ല, വാശി. ഇത് നല്ല വൃത്തിയായിട്ട ക്യാരക്ടറാണ് അറിയാൻ. ഒരു തവണ കൂടി നിന്റെ വായന്ന് എന്റെ പേര് കേട്ട കാരണം നോക്കി ഒരൊറ്റ അടിയായിരിക്കും. നീ പിന്നെ എഴുന്നേക്കുന്ന ഹോസ്പിറ്റൽ പടിയെന്നായിരിക്കും. നിനക്ക് ഈ തന്നട മതിയായിരുന്നോടാ അന്ന്. നിനക്കൊന്നും വിധിച്ചിട്ടില്ല. ബിക്കോസ് ഓഫ് യു, നീ എന്ന് പറഞ്ഞൊരുത്ത എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമടി ഞാൻ ഇങ്ങനെ ആയിപ്പോയെ. എന്തായി പോയെന്ന്? നിനക്ക് ക്യാഷ് ഇല്ലേ, ജോലിയില്ലേ, വേണ്ടതൊക്കെ ഇല്ലേ, പിന്നെ എന്തോ പോയിട്ടാൻ എപ്പോഴും അതിന്റെ പുറകെ നടക്കണേ? ബിക്കോസ് യു ഡിസ്ട്രോയ്ഡ് മൈ ഡ്രീംസ്. നീ എന്റെ കൂടെ വന്നപ്പോ മുതൽ ഞാൻ അനുഭവിക്കുന്നതാ. ഇപ്പതാ ഇവിടെ റയാൻ. എടാ നീ എന്ത് കോപ്പ കാട്ടണ? ഇത് പാർക്കിംഗ് ഏരിയ നിന്റെ വീടൊന്നും അല്ല. നീ അവളെ വിട്ടേ. അപ്പൊ ഇതൊക്കെ സ്ഥിരമല്ലേ? ഹോണസ്റ്റ്ലി ഐ ആം ദ വൺ ഹു ഷുഡ് ഫീൽ ഡിസ്കസ്ഡ് ബൈ യു. ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യും. നീ പഠിക്കാൻ വരേണ്ട ആവശ്യമില്ല. ആര് വരണം അതിന്? ഡി ഗെറ്റ് റെഡി ടു സഫർ ദ കോൺസിക്വൻസ്. 2 ഡേയ്സിനുള്ളിൽ വേണം കാതറിൻ. ഞാൻ ചെയ്യാം. പ്ലീസ് ലെറ്റ് മീ ഫോർ എ മിനിറ്റ്. എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുക. അപ്പൊ താനും കൂടി റിലാക്സ്. How can I keep a responsible person like you?